ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. ഇന്ന് മുതൽ നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. അഞ്ചാമത്തെ ചാപ്റ്റർ ഡൂയിങ് സോഷ്യോളജി റിസർച്ച് മെത്തേഡ്സ്, സമൂഹശാസ്ത്രം ചെയ്യുന്നത് ഗവേഷണ രീതികൾ. അപ്പോൾ ഇതിൽ നമ്മൾ സമൂഹശാസ്ത്രജ്ഞർ എങ്ങനെയാണ് അറിവ് സമ്പാദിക്കുന്നത്, അതിന് വേണ്ട ഗവേഷണ രീതികൾ എന്തൊക്കെയാണ്, അതിൻ്റെ മെറിറ്റ് എന്താണ്, ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ചാപ്റ്ററിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഗവേഷണ രീതികളെ കുറിച്ചാണ് പറയുന്നത്. ഈ ഏതൊരു ശാസ്ത്രമാണെങ്കിലും അതിലെല്ലാം തന്നെ അറിവ് സമാഹരിക്കുന്ന, അറിവുണ്ടാക്കുന്ന രീതിക്ക് പ്രത്യേക പ്രാധാന്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സോഷ്യോളജിയിലും അതെ, ഈ അറിവ് സമ്പാദിക്കുന്ന രീതികൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പം നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് ഈ സോഷ്യോളജിയുടെ സബ്ജക്ട് മാറ്റേഴ്സിനെ കുറിച്ചൊക്കെ ഒരുവിധ അറിവൊക്കെ ഉണ്ട്. സോഷ്യൽ ഗ്രൂപ്പ്സിനെ കുറിച്ചും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചും നോംസ്, റിലേഷൻഷിപ്പ്, അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും നമുക്ക് നമ്മുടേതായ അറിവുകളുണ്ട്. പക്ഷേ ഒരു സോഷ്യോളജിസ്റ്റ്, അദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ സോഷ്യോളജിയെ കുറിച്ച് അറിവുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുണ്ടാക്കുന്നത് ഈ ഗവേഷണ രീതികളിലൂടെയാണ്. അത് തന്നെയാണ് ഒരു സമൂഹശാസ്ത്രജ്ഞനെ സാധാരണ ജനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അയാൾ സമ്പാദിച്ച അറിവിന്റെ അളവ് കൊണ്ടല്ല അവര് സാധാരണ ആളുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്, മറിച്ച് എന്തുകൊണ്ടാണ്, അവർ ആ അറിവുണ്ടാക്കുന്ന രീതി കൊണ്ടാണ് സാധാരണ ആളുകളിൽ നിന്നും വ്യത്യസ്തനാകുന്നത്. ഇപ്പോൾ ഒരു സമൂഹശാസ്ത്രജ്ഞൻ സാധാരണ ആളുകളെ പോലെ തന്നെ സമൂഹത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കും. പക്ഷെ അദ്ദേഹത്തെ സാധാ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഈ അറിവ് സമ്പാദിക്കുന്ന രീതി കൊണ്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് മെത്തഡോളജി എന്ന് നോക്കാം. മെത്തഡോളജി എന്ന് പറയുന്നത്, മെത്തഡോളജി ഈസ് ദ സ്റ്റഡി ഓഫ് മെത്തേഡ്സ്. സമ്പ്രദായങ്ങളുടെ പഠനത്തെയാണ് രീതിശാസ്ത്രം അല്ലെങ്കിൽ മെത്തഡോളജി എന്ന് പറയുന്നത്. മെത്തഡോളജി ഈസ് ദ സ്റ്റഡി ഓഫ് മെത്തേഡ്സ്. സമ്പ്രദായങ്ങളുടെ പഠനമാണ് രീതിശാസ്ത്രം അല്ലെങ്കിൽ മെത്തഡോളജി എന്ന് പറയുന്നത്. ഈ മെത്തഡോളജിക്കൽ ഇഷ്യൂസ് ശാസ്ത്രീയമായ അറിവ് നേടുന്നതിന് ഒരു പൊതുവായ തത്വങ്ങളെ പരാമർശിക്കുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് സമൂഹശാസ്ത്രത്തിലെ വസ്തുനിഷ്ഠത എന്താണ്, ആത്മനിഷ്ഠ എന്താണ് എന്നുള്ളതാണ്. ഒബ്ജക്റ്റിവിറ്റി ആൻഡ് സബ്ജക്റ്റിവിറ്റി ഇൻ സോഷ്യോളജി. ഒബ്ജക്റ്റിവിറ്റി അല്ലെങ്കിൽ ഈ വസ്തുനിഷ്ഠത എന്ന് പറയുന്നത് സത്യത്തെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഒരു വ്യക്തിയുടെ വിചാരങ്ങളുമായി അതിന് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. ഒബ്ജക്റ്റിവിറ്റി അല്ലെങ്കിൽ വസ്തുനിഷ്ഠത എന്ന് പറയുന്നത് സത്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫാക്ട് അലോൺ. അതിന് വ്യക്തികളുടെ വിചാരങ്ങളുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. അതാണ് വസ്തുനിഷ്ഠത അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആത്മനിഷ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതിന്റെ നേരെ വിപരീതമാണ്. ഒബ്ജക്റ്റിവിറ്റിയുടെ നേരെ വിപരീതമാണ് സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. അത് വിചാരങ്ങളെയും മുൻഗണനകളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കും. ഒരു വ്യക്തിയുടെ വിചാരങ്ങളെയും മുൻഗണനകളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ആത്മനിഷ്ഠത എന്ന് പറയുന്നത്, സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ശാസ്ത്രം എന്ന് പറയുന്നത് പലപ്പോഴും എന്താണെന്ന് നമുക്ക് പറയാം, അത് സത്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്, വസ്തുനിഷ്ഠമാണ് എന്ന് പറയാം. അതിൽ ആളുകളുടെ വിചാരവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല ശാസ്ത്രത്തിന്. എന്നാൽ സമൂഹശാസ്ത്രം ഒരിക്കലും അങ്ങനെയല്ല. വസ്തുനിഷ്ഠമായ പഠനങ്ങൾ സമൂഹശാസ്ത്രത്തിൽ നടത്തുക എന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഒരു സമൂഹശാസ്ത്രജ്ഞൻ എന്ന് പറയുന്ന ആള് സമൂഹത്തിലെ ഒരു അംഗമാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. അയാൾ കുടുംബത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അയാൾ ഒരു കുടുംബത്തിലെ അംഗമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം അനുഭവങ്ങൾ അയാളെ സ്വാധീനിക്കാനുള്ള ഇടയുണ്ട്. അതേപോലെ ഇപ്പോൾ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അയാളും ഒരു ഗ്രൂപ്പിലെ അംഗമാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിന്റെ മൂല്യങ്ങളും മുൻവിധികളും എല്ലാം അയാളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. തന്റെ വ്യക്തി ഗ്രൂപ്പ് ചായ്വുകൾ താൻ നടത്തുന്ന കണ്ടുപിടുത്തങ്ങളെ സ്വാധീനിക്കാതിരിക്കാൻ ഒരു സമൂഹശാസ്ത്രജ്ഞൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായി ഉണ്ട്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അയാളുടെ സ്വന്തം ആശയങ്ങൾ കർക്കശമായും തുടർച്ചയായും പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗം എന്താണ്? അയാളുടെ ആശയങ്ങൾ തുടർച്ചയായും കർക്കശമായും പരിശോധനകൾക്ക് വിധേയമാക്കുക. മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെ മറ്റുള്ളവർ അതിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അതിലൂടെ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായി കഴിയും. ഈ സബ്ജക്റ്റിവിറ്റി എന്നുള്ള പ്രോബ്ലത്തെ നമുക്ക് ഇല്ലാതാക്കാനായി കഴിയും. അപ്പോൾ മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെ മറ്റുള്ളവരുടെ വീക്ഷണത്തിലൂടെ നോക്കി കാണുന്നതിനെയാണ് സ്വയം പ്രതിപദനം അല്ലെങ്കിൽ സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത്.
സ്വയം പ്രതിപതനം, അല്ലെങ്കിൽ എന്ത് പറയാം, സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെ, മറ്റുള്ളവരുടെ വീക്ഷണങ്ങളിലൂടെ അവരെങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് സ്വയം പ്രതിപതനം അല്ലെങ്കിൽ സെൽഫ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ സോഷ്യോളജിസ്റ്റ് എപ്പോഴും എന്തുകൂടി ചെയ്യണം, ആ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ രേഖപ്പെടുത്താനും കൂടി ശ്രദ്ധിക്കണം. എല്ലാ നടപടിക്രമങ്ങളും തെളിവുകളുടെ സ്രോതസ്സുകളിൽ നിന്ന് കണ്ടെത്തുന്ന ഔപചാരികമായ എല്ലാ ഉദ്ധരണികളും അദ്ദേഹം രേഖപ്പെടുത്താനായി ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്കും ഇതേ വഴിയിലൂടെ സഞ്ചരിച്ച് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട്. അതൊക്കെ പരിശോധിക്കാനും പുനഃപരിശോധിക്കാനും വീണ്ടും വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കാനും എല്ലാം അത് ഒരുപാട് സഹായകമാകും. ഓരോ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തേണ്ടതായും ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ പോലും പലപ്പോഴും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ മുൻകൂട്ടി പ്രസ്താവിക്കുക. വ്യക്തതയോടുകൂടി സമൂഹശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലം കൂടി പ്രസ്താവിക്കുകയാണെങ്കിൽ വായനക്കാർക്ക് അതിനെക്കുറിച്ചുള്ളൊരു ജാഗ്രത ഉണ്ടാക്കാനായി കഴിയും. സമൂഹശാസ്ത്രത്തിൽ നമ്മൾ വ്യത്യസ്തമായ വീക്ഷണകോണുകളിലൂടെയാണ് ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ വ്യത്യസ്തമായ വീക്ഷണകോണുകൾ ഉണ്ട് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഒരുപാട് ഗവേഷണ മാർഗങ്ങളും ഇതിൽ ഉണ്ട്. ഗവേഷണത്തിനായിട്ട് ഒരുപാട് സമ്പ്രദായങ്ങൾ, ഒരുപാട് മെത്തേഡ്സും നമ്മൾ സമൂഹശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓരോ മെത്തേഡിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്, മേന്മകളും പോരായ്മകളും ഓരോ മെത്തേഡിനും ഓരോ മാർഗത്തിനും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ചോദ്യം ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു അർത്ഥശൂന്യമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഏതാണോ അതിനനുയോജ്യമായത് അത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സമൂഹശാസ്ത്രത്തിൽ നമുക്ക് ചെയ്യാനായി പറ്റുള്ളൂ. അപ്പോൾ ഏതാണ് സർവേ, എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അതിന് ഏതാണ് ഏറ്റവും അനുയോജ്യം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കേണ്ടതായിട്ട് ഉള്ളത്. സമൂഹശാസ്ത്രജ്ഞന്മാർ പ്രധാനമായിട്ടും 2 സമ്പ്രദായങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സും ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സും. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത് അളക്കാൻ സാധിക്കുന്ന സമ്പ്രദായങ്ങൾ, എണ്ണാൻ സാധിക്കുന്ന ചരങ്ങൾ ഉപയോഗിച്ചിട്ട് വാരിയബിൾസ് ഉപയോഗപ്പെടുത്തുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. എണ്ണാൻ സാധിക്കുന്ന ചരങ്ങൾ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ ക്വാളിറ്റേറ്റീവ് എന്താ? ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് വികാരങ്ങൾ പോലുള്ള അളക്കാനാവാത്ത അമൂർത്തമായ പ്രതിഭാസങ്ങൾ ഉപയോഗിക്കുന്നതാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് അളക്കാൻ സാധിക്കുന്ന ചരങ്ങൾ ഉപയോഗിച്ച്, വാരിയബിൾസ് ഉപയോഗിച്ച് ഉപയോഗപ്പെടുത്തുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് അളക്കാൻ സാധിക്കാത്ത അമൂർത്തമായ വികാരങ്ങൾ, ഇമോഷൻസ് ഉപയോഗിക്കുന്നതിനെയാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ച് ഈ മെത്തേഡിൽ നമ്മൾ 2 തരത്തിലുള്ള ഡാറ്റകളാണ് ഉപയോഗിക്കുന്നത്, പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും. കൂടിക്കാഴ്ചയിലൂടെയും മറ്റൊക്കെ നമ്മൾ നേടിയെടുക്കുന്ന അറിവിനെയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. നേരിട്ട് വിവരങ്ങൾ കളക്ട് ചെയ്യുന്നത്, അതാണ് പ്രൈമറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് മുന്നേ ശേഖരിച്ചു വെച്ചിട്ടുള്ള രേഖകളിൽ നിന്നോ റെക്കോർഡുകളിൽ നിന്നോ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെത്തേഡ് നമ്മൾ പറഞ്ഞു ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് വരുന്നത് മൈക്രോ ആൻഡ് മാക്രോ, സൂക്ഷ്മ രീതികളും സ്ഥൂല രീതികളും. അതാണ് രണ്ടാമത്തെ രീതിയായിട്ട് വരുന്നത്. ഒരൊറ്റ ഗവേഷകനുമായിട്ട് ഉറ്റബന്ധമുള്ള പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്നതാണ് മൈക്രോ സമ്പ്രദായം എന്ന് പറയുന്നത്. ഈ മൈക്രോ സമ്പ്രദായത്തിനുള്ള ഉദാഹരണമാണ് കൂടിക്കാഴ്ച അല്ലെങ്കിൽ അഭിമുഖ സംഭാഷണം എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഈ മൈക്രോ രീതിക്ക് ഉദാഹരണമായി പറയാം. ഒരുപാട് അന്വേഷകരും പ്രതികരിക്കുന്നവരും ഉൾക്കൊള്ളുന്നതാണ് മാക്രോ രീതി എന്ന് പറയുന്നത്. സർവേ ഒക്കെ നമുക്ക് ഈ മാക്രോ രീതിയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഒന്ന് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്, മറ്റൊന്ന് മൈക്രോ ആൻഡ് മാക്രോ, സൂക്ഷ്മ രീതികളും സ്ഥൂല രീതികളും. സൂക്ഷ്മ രീതി എന്ന് പറയുന്നത് ഒറ്റ ഗവേഷകൻ ഉറ്റബന്ധമുള്ള പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്നതാണ് മൈക്രോ സമ്പ്രദായം. അതിനുദാഹരണമാണ് കൂടിക്കാഴ്ച അല്ലെങ്കിൽ അഭിമുഖം എന്ന് പറയുന്നത്. രണ്ടാമത്തെ മാക്രോ എന്ന് പറഞ്ഞാൽ നിരവധി അന്വേഷകരും പ്രതികരിക്കുന്ന ആളുകളും ഉൾക്കൊള്ളുന്നതാണ് മാക്രോ രീതി എന്ന് പറയുന്നത്. അതിനുള്ള ഉദാഹരണമാണ് സർവേ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് 2 രീതികളായിട്ട് വരുന്നത്. മുൻഗണനയും ഗവേഷണ ചോദ്യങ്ങളും അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിൽ ഏത് രീതി തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഒരു ഗവേഷകൻ തീരുമാനിക്കുന്നത്. പിന്നെ ഒരേ കാര്യത്തെ തന്നെ വ്യത്യസ്ത ദിശകളിൽ നോക്കി കാണുന്നതിനെയാണ് ത്രികോണമാപനം അല്ലെങ്കിൽ ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. ട്രയാങ്കുലേഷൻ അല്ലെങ്കിൽ
ത്രികോണമാപനം, ഒരു കാര്യത്തെ തന്നെ വിവിധ മാർഗങ്ങളിലൂടെ, വിവിധ ദിശകളിലൂടെ നോക്കി കാണുന്നതിനെയാണ് ട്രയാങ്കുലൈസേഷൻ അല്ലെങ്കിൽ ത്രികോണമാപനം എന്ന് പറയുന്നത്. ഒരൊറ്റ രീതി ഉപയോഗിക്കുന്നതിനേക്കാൾ നന്നായി നല്ലൊരു ഫലം കിട്ടാൻ നമ്മളെ ഈ ട്രയാങ്കുലേഷൻ സഹായിക്കുന്നുണ്ട്. ഒറ്റ മാർഗം മാത്രം ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലൊരു ഫലം ലഭിക്കുന്നുണ്ട് ഈ ഒരു മാർഗത്തിലൂടെ. അപ്പോൾ ഇതാണ് മെത്തേഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഏതൊക്കെ മെത്തേഡുകളാണ് വരുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. പങ്കാളിത്ത നിരീക്ഷണം, അതേപോലെ സർവേ, പിന്നെ അഭിമുഖ സംഭാഷണം, അങ്ങനെ കുറച്ച് മെത്തേഡുകളും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. താങ്ക് യു.